2.05 ലക്ഷം കോടിയായി കുറഞ്ഞു. ഏതാണ്ട് ഒരു 13,000 കോടി രൂപ കുറഞ്ഞു. പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ വളരെ നീണ്ടതാ. പക്ഷെ അധിക ചെലവായിട്ട് ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ അവസാനം പറയുന്നത് 1080 കോടി രൂപയാണ്. 100 കോടിയേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന പുതിയ പ്രൊജക്റ്റുകൾ എടുത്താൽ അതിന്റെ തുക 1600 കോടി രൂപ വരും. അപ്പോ ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾക്കൊന്നും വേണ്ടത്ര പണമില്ല. ടോക്കൺ പ്രൊവിഷനാണ് കേട്ടോ ഈ ടോക്കനൈസേഷൻ. അവസാനം 60-70 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാത്തിനും 1 കോടി രൂപ 50 ലക്ഷം രൂപ വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും വിചിത്രമായത് എന്താണെന്നറിയോ? 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് വകയിരുത്തിയിരിക്കുന്ന 10 കോടി രൂപയാണ്. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോവുകയാണ്. ആയിക്കോട്ടെ, എത്രയാണ് വെച്ചിരിക്കുന്നത്? അവയ്ക്ക് ആകെ 100 കോടി രൂപയാണ്. ഈ കോട്ടയത്ത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത സ്പെഷ്യലിസ്റ്റ് ബ്ലോക്കില്ലേ, അതിന് 365 കോടിയാ ചെലവ്. അപ്പോഴാണ് ഈ തുക വെച്ച് 2 പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ പോണം. അപ്പോ ഇതിന് പണമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങൾക്ക് ഞാൻ പറയാം, പണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സൂത്രവിദ്യ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതൊന്നും ഇപ്പൊ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇല്ല കേട്ടോ. അതൊന്നും ഇപ്പൊ ബഡ്ജറ്റ് പ്രസംഗത്തിലില്ല. 3 കാര്യങ്ങളാ പറഞ്ഞത്. VD സതീശന്റെ പ്രസിദ്ധമായിട്ടുള്ള പോഡ്കാസ്റ്റുകളിൽ 25,000 കോടി രൂപയുടെ നികുതി കുടിശ്ശികയുണ്ട്. അത് പിരിക്കുന്നതിൽ LDF വലിയ ഉപേക്ഷയാണ് കാണിച്ചിരിക്കുന്നത്. അത് പിരിച്ചാൽ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. ഇപ്പൊ എത്രയാ കുടിശ്ശിക പിരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഇനത്തിൽ ബാലഗോപാലന്റെ ബഡ്ജറ്റ് പറഞ്ഞതിനേക്കാൾ 1 പൈസ കൂടുതൽ പിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കുടിശ്ശിക പിരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ ചെയ്തിരിക്കുന്നത് കുടിശ്ശിക എഴുതിത്തള്ളല. 2 ലക്ഷം രൂപ വരെയുള്ള 2017-18 അങ്ങ് 50-60 കാര്യമല്ല, 2017-18 മുമ്പുള്ള എല്ലാ നികുതി കുടിശ്ശികയുടെയും മുതലും പലിശയും പിഴപ്പലിശയും എല്ലാം എഴുതിത്തള്ളാൻ ഒന്നും തരണ്ട. ഇതുപോലെ തന്നെയാണ് പ്രളയ സെസ്. 2018-19 കാലത്തെ പ്രളയത്തിന് മേലുള്ള സെസ് അത് ഒത്തിരി പേര് തന്നില്ല. അതും വേണ്ടെന്ന് വെച്ചിരിക്കുക. ഇപ്പൊ കുടിശ്ശിക പിരിക്കാൻ ഇറങ്ങിയ ആളിപ്പോ കുടിശ്ശിക എഴുതി തള്ളുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു.